പണം വാഗ്ദാനം ചെയ്ത് നടിയെ സെക്സിന് ആവശ്യപ്പെട്ടത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് സിനിമയിൽ വിലക്ക് നേരിട്ടതായി സംവിധായിക സൗമ്യ സദാനന്ദൻ. ആദ്യ ചിത്രമായ മാംഗല്യം തന്തുനാനയ്ക്ക് ശേഷം 6 വർഷമായി പുതിയ പ്രോജക്ടുകളുമായി ആരും സഹകരിക്കുന്നില്ല എന്നാണ് സൗമ്യയുടെ പരാതി. ലിംഗവിവേചനവും തൊഴിൽ വിലക്കും പാടില്ല എന്ന് WCC പ്രതികരിച്ചു. നടനു വേണ്ടി ഹോട്ടൽ മുറിയിൽ നടിയെ എത്തിക്കണമെന്ന് ഒരു പവർ പേഴ്സൺ തന്നോട് ആവശ്യപ്പെട്ടു. പണവും മദ്യവും വാഗ്ദാനം ചെയ്തെങ്കിലും താൻ അതിന് തയ്യാറായില്ല. മാത്രമല്ല അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു. ഇതിനുശേഷം തനിക്ക് സിനിമയിൽ അവസരം നിഷേധിക്കപ്പെട്ടു. താൻ എതിർത്ത ആ ശക്തി പിന്നീട് സൗമ്യ മദ്യപാനിയും നിഷേധിയുമാണെന്ന് പ്രചരിപ്പിച്ചു. ഇത് മാനസികമായി തന്നെ തളർത്തിയെന്നും സൗമ്യ വ്യക്തമാക്കുന്നു. 2018 കുഞ്ചാക്കോ ബോബൻ നായകനായ മാംഗല്യം തന്തുനാനേന എന്ന ചിത്രം സൗമ്യ സദാനന്ദൻ ആദ്യമായി സംവിധാനം ചെയ്തത്. പിന്നീട് തൊട്ടടുത്ത വർഷം പുതിയ പ്രോജക്റ്റുമായി 10 നിർമ്മാതാക്കളെ കണ്ടു. 2 വനിതാ നിർമ്മാതാക്കൾ മാത്രമാണ് സംസാരിക്കാൻ തയ്യാറായത്. പക്ഷേ പിന്നീട് പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാൻ അവരും തയ്യാറായില്ല. തന്റെ ആദ്യ സിനിമയിൽ പ്രധാന നടനും സഹനിർമ്മാതാവും ചേർന്ന് അനുവാദമില്ലാതെ എഡിറ്റ് ചെയ്തതായും സൗമ്യ ആരോപിച്ചു. സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ടെന്നും ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ തന്റെ അനുഭവങ്ങൾ വിവരിച്ചിട്ടുണ്ടെന്നും സൗമ്യ വ്യക്തമാക്കി. ചലച്ചിത്ര രംഗത്തെ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാണെന്നും പരിഹാരത്തിന്റെ പക്ഷത്തു നിന്ന് അതിനെ അഭിമുഖീകരിക്കണമെന്നും WCCയും ആവശ്യപ്പെട്ടു. മീഡിയ 1 കൊച്ചി.